പാവപ്പെട്ടവന് ഹജ്ജില്ല, പണക്കാരനല്ലേ ഹജ്ജുള്ളൂ. പാവപ്പെട്ടവന് ഹജ്ജില്ല. ഹജ്ജിന്റെ സീസണായി പാവപ്പെട്ടവൻ അവന്റെ ഹജ്ജ് ഏതാ? അവന്റെ ഹജ്ജ് 5 രീതിയിലുണ്ട്. അവന്റെ ഹജ്ജ് 5 രീതിയിലുണ്ട്. ഒന്ന് ശ്രദ്ധിക്കും. പാവപ്പെട്ടവൻ എങ്ങനെ ഉസ്താദെ ഹജ്ജ് ചെയ്യണ്ടേ? പണം വേണം, വഴിയാൽ സൗകര്യം വേണം, ശാരീരികമാകുന്ന ബുദ്ധിമുട്ടുകൾ ഇല്ലാതിരിക്കണം. അതെല്ലാം ഒത്തിണങ്ങിയെങ്കിൽ ഹജ്ജ് നിർബന്ധവും. പാവപ്പെട്ടവൻ ഉസ്താദെ പൈസ ഇല്ല, ഫുലൂസ് മാഫി, എങ്ങനെ ഹജ്ജ് ചെയ്യാ? അങ്ങനെ അവന്റെ ഹജ്ജ് ഏത്? അൽ ജുമുഅത്തു ഹജ്ജുൽ ഫുഖറാഇ വൽ മസാകീൻ. പാവപ്പെട്ടവനെ ഫഖീറേ മിസ്കീനേ, നിന്റെ ഹജ്ജാണ് പരിശുദ്ധമായ ജുമുഅ എന്ന് ഹബീബായ റസൂലുള്ളാഹി. നിനക്ക് ഹജ്ജ് ഏത്? ജുമുഅ. നീ എവിടെ പോകുന്നത്? നീ ജിമാഇന്റെ പടം കാണാൻ വേണ്ടി റാഹത്തായിട്ട് വെള്ളിയാഴ്ച ജുമാ കളഞ്ഞിട്ട് അല്ലാഹു ആക്കട്ടെ. ജുമാ ഇല്ല, ജുമാ ഉള്ളൂ. അല്ലാഹു ആക്കട്ടെ. അല്ലാഹു ആദരിക്കട്ടെ. നടക്കുന്ന സംഗതി ജുമാ കളഞ്ഞിട്ട് വേറെ പോരി. സംഭവം കിസറായി പോയി. സമൂഹത്തിൽ നടക്കുന്നതാണത്. ജുമാ നഷ്ടപ്പെടുത്തി, ഹജ്ജ് നഷ്ടപ്പെടുത്തി, വേറെ പരിപാടിക്ക് പോയി. പാവപ്പെട്ടവൻ ഉസ്താദെ എന്താ ചെയ്യേണ്ടത്? നീ കറക്റ്റ് ജുമായ്ക്ക് പോയാൽ നിന്റെ ഹജ്ജ് അതായിരുന്നു. നീ ആ ഹജ്ജ് കളഞ്ഞു വിളിച്ചു. പരിശുദ്ധമായ ജുമുഅയുടെ സുദിനത്തിൽ റിലീസിന്റെ പടങ്ങൾ തേടി പോകുന്ന മുസ്ലിം സഹോദരങ്ങളിലെ, ചെറുപ്പക്കാരിലെ, സഹോദരിമാരിലെ അതേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാ റിലീസിന്റെ പടവും ഒന്നില്ലെങ്കിൽ പെരുന്നാളിന്, അല്ലെങ്കിൽ വെള്ളിയാഴ്ച. എന്താ അങ്ങനെ വെള്ളിയാഴ്ച വെച്ച് നമ്മുടെ മേത്തന്മാര് വരണം. ജുമാ പോയി, വേറെ പരിപാടിയാണ്. ഹജ്ജ് പോവാണ്. ജുമാ പോയെന്ന് പറഞ്ഞാൽ ഹജ്ജ് പോയി. അൽ ജുമുഅത്തു ഹജ്ജുൽ ഫുഖറാഇ വൽ മസാകീൻ. നിനക്ക് ഹജ്ജിന്റെ കൂലി കിട്ടുന്നതായ ഒരു പരിപാടി അതായിരുന്നു ജുമുഅ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. സാദാ ഈ വർഷം ഹജ്ജിന് പോകാൻ പറ്റിയില്ല, പൈസ ഇല്ലാത്തതിന്റെ പേരിൽ. എന്നാൽ നിനക്കുള്ളതാകുന്ന ഹജ്ജ് ജുമുഅകളാണ്. ജുമുഅയാണ് നിന്റെ ഹജ്ജ്. 5 വഖത്ത് നമസ്കാരം നിനക്കുള്ള ഹജ്ജ്. ഹദീസ് قال رسول الله صلى الله عليه وسلم كل حديث വേറൊന്നുമില്ല, ആവശ്യമില്ലാത്തൊന്നുമല്ല പറയുന്നത്. ശ്രദ്ധിച്ചോ, വെറുതെ പറയല്ല. من تطهر من بيته ثم خرج لأداء صلاة مكتوبة فأجره مثل الحاج المحرم. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, 5 വഖത്ത് നമസ്കാരം നിർവഹിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് വുളൂ ചെയ്തുകൊണ്ട് പള്ളിയിലേക്ക് പുറപ്പെടുന്ന മനുഷ്യ, ചെറുപ്പക്കാര സഹോദര, ലിഅദാഇ സ്വലാത്തി മക്തൂബ ഫഅജ്റുഹു മിസ്ലുൽ ഹാജിൽ മുഹ്രിമി. ഹജ്ജിന് ഇഹ്റാം ചെയ്തതിന്റെ കൂലിയാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ വുളൂ എടുത്തിട്ട് പള്ളിയിലേക്ക് പോവാൻ. എന്തിന്? ഫർളാക്കപ്പെട്ട നമസ്കാരം നിർവഹിക്കാൻ. പാവപ്പെട്ടവൻ നിനക്ക് എന്ത് കിട്ടുക? ഹജ്ജിന്റെ കൂലിയുണ്ട് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. മനസ്സിലായി? ആരോടായി പറയുന്നത്? ഫുലൂസ് മാഫി ഖൗമിനോടായി പറയുന്നത്. പൈസ ഇല്ല ഉസ്താദെ, പക്ഷെ പോകാൻ ഭയങ്കര കൊതിയായിരുന്നു ഹജ്ജിന്. നീ നാട്ടിൽ തന്നെ ഇരുന്നാൽ നിനക്ക് കുറെ ഹജ്ജിന്റെ കൂലിയുണ്ട്. ഹജ്ജ് നിനക്ക് നേടിയെടുക്കാം. അതിനാണ് പറഞ്ഞത് ഒന്ന് ജുമുഅ, 2 5 വഖത്ത് നമസ്കാരം, 5 വഖത്ത് നമസ്കാരം, ഫർളായ നമസ്കാരം. ശ്രദ്ധിക്കും. പിന്നെ മൂന്നാമത്തത്, റമളാനിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന അമല് ഇന്നും സമൂഹം നിലനിർത്തി പോരുന്ന ഒരു അമല്. ഏതാണെന്നറിയാം? റമളാനിൽ നമ്മൾ കൃത്യമായി നിലനിർത്തി പോരുകയും ഇപ്പോഴും കൃത്യമായി നിലനിർത്തി പോരുകയും ചെയ്യുന്നതായ ഒരു അമല്.
ഏതാണത്? സുബൈ കഴിഞ്ഞുള്ള ഉറക്കം. കറക്റ്റായിട്ട് റമദാൻ കഴിഞ്ഞിട്ട് ഇതുവരെ അത് വിട്ടിട്ടില്ല. റമദാനി ചെയ്ത ആകെയുള്ള ഒരു അമലാണ് കറക്റ്റായിട്ട്. അത് മുടക്കിയിട്ടുമില്ല. തറാവീഹൊക്കെ ചിലപ്പോൾ മുടങ്ങിയിട്ടുണ്ട്, ഖുർആനോത്തും മുടങ്ങിയിട്ടുണ്ടാവും. ഈ സുബൈ കഴിഞ്ഞുള്ള ഉറക്കം മുടങ്ങാൻ പാടില്ല. അത് കൃത്യമായിട്ട് ഇപ്പോഴും ചെയ്തു പോരുന്ന ചില ആളുകളുണ്ട്. സുബൈ കഴിഞ്ഞ് ഉറങ്ങാൻ പാടില്ലെന്ന ഉദയത്തിന് ശേഷമേ അങ്ങനെ അത്ര ക്ഷീണം ഉണ്ടെങ്കിൽ ഉറങ്ങാൻ പാടില്ല. സ്വയം സ്കരിച്ചിട്ട് അങ്ങനെ വേഗം ഉറങ്ങാൻ പാടില്ല. ഏറ്റവും നല്ല സമയമാണ്. എന്താണത്? ബർക്കത്ത് കെട്ടവനായിരിക്കണമെങ്കിലേ സുബഹിക്ക് ശേഷം ഉറങ്ങ് പരമസുഖത്തിലേ. തഴവാസാദിന്റെ ബൈത്താണ്. ബർക്കത്ത് കെട്ടവനായിരിക്കണമെങ്കിലേ സുബഹിക്ക് ശേഷം ഉറങ്ങ് പരമസുഖത്തിലേ. ജീവിതത്തിൽ ഒരു ബറക്കത്തും വേണ്ടെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ എപ്പോ ഉറങ്ങിക്കണോ? സുബൈ കഴിഞ്ഞ് ഉറങ്ങണം. ബറക്കത്ത് വേണ്ടെന്ന് ആരെങ്കിലും ആഗ്രഹിക്കും? ആരെങ്കിലും ഉണ്ടോ? ഒരാളും ഉണ്ടാവൂല. ബറക്കത്ത് പരിപൂർണമായി നഷ്ടപ്പെട്ടു പോകും. യുവതലമുറ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണിത്. നമ്മുടെ ഏറ്റവും കൂടുതൽ വിശ്വാസ സമൂഹത്തിൽ യുവാക്കളിൽ യുവതികളിൽ ഏറ്റവും പ്രശ്നം ഉടലെടുക്കുന്ന ഒരു സംഭവം എന്താ? പാതിരാത്രി സമയം വരെ ഇന്റർനെറ്റ് മൊബൈലും ആയിട്ടെങ്കിലും പിന്നെ ഒരു 3 മണിയാകുമ്പോൾ ഒന്ന് കടന്നാൽ പിന്നെ സുബഹിയില്ല, ഉദയമില്ല, ഒന്നുമില്ല. പിന്നെ ഒരു 8-8:30 ആകുമ്പോഴേക്കും ബറക്കത്താക്കപ്പെട്ട സർവ്വസമയവും പോയി. സുബ്ഹാനല്ലാഹ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മതി ഫീ ബുകൂരിഹാ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മതി. അല്ലാഹുവേ പടച്ചറബേ, എന്റെ സമുദായത്തിന് ബറക്കത്ത് ചൊരിയണേ. ഫീ ബുകൂരിഹാ, അവരുടെ പ്രഭാതത്തിൽ ബറക്കത്ത് ചൊരിയണേ. പ്രഭാതത്തിൽ ബറക്കത്ത് ചൊരിയണേ. അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്ത ഈ വേളയിൽ മുസ്ലിമേ നീയോ ഉറക്കമാണ്. എവിടെന്നാണടാ ബറക്കത്ത് ലഭിക്കുക? ഏത് രീതിയിലാണ് നിനക്കും നിന്റെ കുടുംബത്തിലും ബറക്കത്ത് ഉണ്ടാവുക? ഉസ്താദേ, എന്റെ മകൻ ഇതുവരെ പാസ്സായിട്ടില്ല. ഉസ്താദേ, എത്രയോ എക്സാമുകളാണ്, PSC ടെസ്റ്റുകളാണ് അവൻ എഴുതിയത്. അവൻ എഞ്ചിനീയറെ പാസ്സായവനാണ്, അവന് നല്ല രീതിയിൽ പഠിച്ചവനാണ്, ഇതുവരെ ജോലി കിട്ടിയിട്ടില്ല. രാവിലെ സുബൈ കഴിഞ്ഞിട്ട് പോത്തുപോലെ ഉറങ്ങുന്ന പ്രിയപ്പെട്ട പൊന്നുമക്കളെ, ഒരിക്കലും ജീവിതത്തിൽ ബറക്കത്തില്ല, ഐശ്വര്യമില്ല. കാരണം അല്ലാഹുവിന്റെ റസൂലിന്റെ ദുആയിന് നീ പാത്രീഭൂതനാകണമെങ്കിൽ ആ സുബൈക്ക് ശേഷമുള്ള സമയം ദിക്റിലായി കൂടണേ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഹദീസല്ലേ ഹദീസ്. എന്താ ഞാൻ ഇപ്പോ പറഞ്ഞു വന്നത്? ഹജ്ജ് ഉംറയും ചെയ്യാൻ പറ്റില്ല. മാഫി ഫുലൂസ് ഖൗം, അങ്ങനത്തെ ഖൗമുകൾക്ക് ഉള്ള അമലാണ് ഈ പറയുന്നത്. സുബൈ കഴിഞ്ഞിട്ട് ദിക്ർ ചെല്ലുക. ഹദീസ് ഇമാം തിർമിദി കിതാബു സലാത്തിൽ കൊണ്ടുവന്ന ഹദീസ്. ശ്രദ്ധിക്കണം, ഏതാ ഹദീസ്? قال رسول الله صلى الله عليه وسلم قوم صلوا الصبح وذكروا الله عز وجل حتى تطلع الشمس تعدل عمرة تامة നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഖൗമുൻ സല്ലവു സുബ്ഹ, ഒരു സമൂഹം അവർ സുബഹി നമസ്കരിക്കുകയും വദകറുല്ലാഹ അസ്സ വജല്ല ഹത്താ തത്ലുഅ അശ്ശംസു, സൂര്യൻ ഉദിക്കുന്നത് വരെ, ഉദയസമയം വരെ ദിക്റിലായി കഴിഞ്ഞു കൂടുകയും ചെയ്താൽ. എല്ലാ പള്ളിയിലും ഉണ്ട് നിസ്കാര ബോർഡ്. ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. അതിലെന്തുണ്ട്? ഉദയം ടൈം കൊടുത്തിട്ടുണ്ട്. ചിലടത്ത് എന്തിനാണെന്ന് പോലും അറിയാൻ പറ്റും. ആ സ്ഥലത്തുള്ള കള്ളികൾ കൂടി മാറ്റി വെച്ചേക്കുക, പോക്കറ്റിട്ട് വെച്ചേ.
സംഭവം എന്തിനാണത്? ആ തുലൂഇന്റെ ടൈം എങ്ങനെ എഴുതിയിരുന്ന സുബൈക്ക് പള്ളിയിൽ കയറുന്നവൻ ബുദ്ധിയുള്ളവൻ ആ ടൈം ഇങ്ങനെ നോക്കണം. ഇതിനത് അതോട്ട് കയറിയാൽ പിന്നെ ആ ടൈം കഴിഞ്ഞ് അവൻ ഇറങ്ങുമല്ലോ, അവിടെ തന്നെ ദിക്റിലായിരിക്കും. അങ്ങനെയാണ് നമ്മൾ വേഗം തന്നെ പോണം. കടയിൽ പാല് കിട്ടത്തില്ല, പോണം. നമുക്കിത് കഴിഞ്ഞാൽ ഉടനെ ചിലർ സുബഹി നിസ്കരിക്കാൻ വരുന്നത് എന്തിനാ? പള്ളി നിസ്കരിച്ച് വാദിക്ക ഒരു ചായക്കട ഉണ്ടാവും, അവിടെ വന്നിരുന്ന ദേശനി ഫലാ ഫസാദ് രാവിലെ കടയിൽ എന്തെങ്കിലും തുടങ്ങട്ടെ, ചൂട് ചായയും കടിയും ഇതാ പറയാ. അല്ലാഹു അക്ബർ. എല്ലാ ആൾക്കാരും സുബഹി നിസ്കരിക്കാൻ വരുന്നത് തന്നെ അതിനാ. രാവിലെ എന്തെങ്കിലും ചൂട് വാർത്ത, പള്ളിയിലെ വാർത്ത, മുത്തലിങ്ങൾ വാർത്ത എന്തെങ്കിലും കിട്ടണം. അതിനുവേണ്ടി രാവിലെ എന്റെ പള്ളിക്കാരൊക്കെ കണ്ടു കഴിഞ്ഞാൽ വൈദ്യം ചെയ്ത് വന്നോലോ. കാരം കഴിഞ്ഞിട്ട് പിന്നെ ആചാര്യ പോയിട്ട് വെളിയിൽ പോയി പരിപാടി അങ്ങനത്തെ കുറെ കോമണ്ട്. അല്ലാഹു അക്ബർ. കാരം കഴിഞ്ഞ ഉടനെ പോവാ, വേഗം പോയിട്ട് അവിടെ പോയിരുന്ന് പിന്നെ പത്രം വായിച്ച് കാര്യം കയറ്റി വെച്ച് അങ്ങനെ അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. സുബ്ഹാനല്ലാഹ്. സുബൈ കഴിഞ്ഞ് ഉദയം വരെ ദിക്റിലായി കഴിഞ്ഞുകൂടിയാൽ കിട്ടുന്ന കൂലി പരിപൂർണമായ ഉംറയുടെ പ്രതിഫലമാണ് ഹബീബായ റസൂലുള്ളാഹി. ഇതൊക്കെ പാവപ്പെട്ടവർക്ക് കിട്ടുന്ന നേട്ടമാണ്, ചെറിയ നേട്ടമല്ല. ഇത് സ്ത്രീകൾക്കും പറ്റുമല്ലോ. രാവിലെ സുബഹി കൃത്യമായിട്ട് നിസ്കരിച്ചു ഉദയം വരെ ഇരുന്ന് മുസല്ലയിൽ ഇരുന്ന് ദിക്റിലായി കഴിഞ്ഞുകൂടി. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. മാഷാഅല്ലാഹ്, അതങ്ങനെ ദിക്ർ ചൊല്ലിക്കൂടെ. ഖുർആൻ ഓതുക, യാസീൻ ഇദാ വഖഅത്തി അർറഹ്മാൻ, സൂറത്തുൽ മുൽക്ക് ഇരുന്ന് ഓതുക. അങ്ങനെ ഉദയം വരെ ഖുർആനുമായി ബന്ധപ്പെട്ട് വല്ല ദിക്റിലായി കഴിഞ്ഞുകൂടി. അങ്ങനെ ഇരുന്നാൽ ഉംറ നിർവഹിച്ച പ്രതിഫലം സയ്യിദുനാ റസൂലുള്ളാഹി. ഈ സമയത്ത് നമുക്ക് പറ്റുന്ന അമലായി പറഞ്ഞത് നമ്മുടെ നാട്ടിൽ നിന്നുകൊണ്ട് നമുക്ക് പറ്റും. ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളല്ലേ ഈ ദിവസം. അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ 3 കാര്യം പറഞ്ഞു, 3 പറഞ്ഞു. നാട്ടിൽ തന്നെ ഇന്ന് ഹജ്ജ് ഉംറയും നിർവഹിക്കാൻ പറ്റും. 1 ഹജ്ജ്, 2 5 വഖത്ത് നമസ്കാരം കൃത്യമാക്കി, 3 സുബഹി കഴിഞ്ഞിട്ട് ഉദയം വരെ ദിക്ർ ചൊല്ലുക. ശ്രദ്ധിക്കണേ. ഇൽമുണ്ടാകും, ശ്രദ്ധിക്കും. ഞാൻ വേഗം നിർത്തൂല. 11 മണി വരെ പോയിട്ട് നമുക്ക് നിർത്താം. 15 മിനിറ്റും കൂടെ ഉള്ളൂ, കഴിയാൻ പോവാൻ. കുറേ വിഷയങ്ങൾ പറയാനുണ്ട്, സമയമില്ല, നമുക്ക് പിന്നെ പറയാൻ. അല്ലാഹു തൗഫീഖ് തരട്ടെ. 4 ശ്രദ്ധിക്കണേ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വമൻ ഖറജ ലിസ്വലാത്തി ളുഹാ കാന ലഹു മിസ്ലുൽ ഹജ്ജി വൽ ഉംറ സദഖ റസൂലുള്ളാഹി. ആരെങ്കിലും ഉദയം വരെ സുബഹി നമസ്കാരം കഴിഞ്ഞ് ഉദയം വരെ ദിക്റിലായി കൂടുകയും ദുഹാ നമസ്കാരം നിർവഹിക്കുകയും ചെയ്താൽ അവന് ഹജ്ജും ഉംറയുടെയും പ്രതിഫലമുണ്ട് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഹജ്ജും കിട്ടും ഉംറയും കിട്ടും. ഉദയം വരെ ദിക്റിലായി കൂടിയാൽ ഉംറ മാത്രം. ദുഹാ കൂടി നിസ്കരിച്ചു, 2 റക്അത്ത് ദുഹയുടെ സുന്നത്ത് നമസ്കാരം അല്ലാഹു തആലക്ക് 2 റക്അത്ത് നിസ്കരിച്ചു, അല്ലെങ്കിൽ 4 അല്ലെങ്കിൽ 8 റക്അത്ത് നിസ്കരിച്ചു. ഈ 2 ആയിട്ട് നമസ്കരിച്ചു. ഖുൽയാഹുൽ കാഫിറൂൻ ഖുൽ ഹുവല്ലാഹു സൂറത്ത് മോദി, ഇല്ലെങ്കിൽ വശംസി വദുഹാഹ എന്ന സൂറത്ത് മോദി, വദ്ദുഹ എന്ന സൂറത്ത് മോദി. അങ്ങനെ നമസ്കരിച്ചു. ഇങ്ങനെയാണെങ്കിലും നിസ്കാരം നിർവഹിച്ചു. ചുരുങ്ങിയത് 2 റക്അത്ത് ആയിക്കോട്ടെ. നീ തുടങ്ങി വെക്കുന്ന കുട്ടിയല്ല, അങ്ങനെ തുടങ്ങി. എത്ര റാഹത്താണ്. രാവിലെ ജോലിക്ക് പോകുന്ന സഹോദരങ്ങൾ 2 റക്അത്ത് ദുഹാ നമസ്കരിച്ചിട്ട് യാത്ര തുടങ്ങിയാൽ എന്തൊരു ബറക്കത്താണ്. യാത്ര 2 റക്അത്ത് സുന്നത്തൂടി നിസ്കരിച്ചാൽ എന്തൊരു റാഹത്താണ്. ഇതൊക്കെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശധീരരായ പ്രവർത്തകർക്കുള്ളതല്ലേ, ബിദ്അത്തിന്റെ അഹ്ലുകാർക്കുള്ളതല്ല. അവരെല്ലാം നിഷേധിക്കാൻ അതില്ല. ഒന്ന് മാത്രമുണ്ട്, 3 നേരം മുണുങ്ങ മാത്രമുണ്ട്, ബാക്കിയൊന്നുമില്ല. അങ്ങനെ ഇല്ല എന്ന് പറയുന്ന കൗമിനോട് നമുക്ക് യോജിപ്പില്ല. എല്ലാം ഖൈറിന്റെ മാതൃകളൊന്നും നമ്മൾ കൊട്ടിയടയ്ക്കാൻ. രാവിലെ സുബഹി കഴിഞ്ഞിട്ട് അങ്ങനെ ദിക്ർ ചൊല്ലി ഉദയം വരെ, എന്നിട്ട് ദുഹാ നമസ്കരിക്കും. സുബ്ഹാനല്ലാഹ്, ഹജ്ജും ഉംറയും നിർവഹിച്ച പ്രതിഫലം സയ്യിദുനാ റസൂലുള്ളാഹി. തീർന്നില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസ്സാറജുല ബിബിരി ഉമ്മിഹി
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വ്യക്തിയോട് വസിയത്ത് നടത്തുകയാണ്. അദ്ദേഹത്തോട് പറയുകയാണ്, നിന്റെ പ്രിയപ്പെട്ട ഉമ്മാക്ക് നീ ഖിദ്മത്ത് എടുക്കണേ, ഉമ്മയെ നോക്കണേ, ഉമ്മയെ നോക്കണേ. അല്ലാഹുവിന്റെ റസൂൽ എന്നിട്ട് അദ്ദേഹത്തോട് പറയുകയാണ്, അൻത ഹാജുൻ വമുഅ്തമിറുൻ വമുജാഹിദുൻ ഫീ സബീലില്ലാഹ് യഅനി ഇദാ അബറഹാ. നീ അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരത്തിൽ പങ്കെടുത്ത പോരാളിയാണ്, നീ പരിശുദ്ധമായ ഹജ്ജ് നിർവഹിച്ചവനാണ്, നീ ഉംറ നിർവഹിച്ചവനാണ്. നിന്റെ പ്രിയപ്പെട്ട മാതാവിന് ഖിദ്മത്ത് എടുക്കുന്ന കാലഘട്ടത്തോളം എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. മാതാപിതാക്കളെ തെറി വിളിക്കുന്ന മക്കളില്ലയോ, അവരെ കൂകി വിളിക്കുന്ന മക്കളില്ലയോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ വാക്കൊന്ന് കേൾക്കണേ ചെറുപ്പക്കാരാ, ഈ വാക്കൊന്ന് കേൾക്കണേ പ്രിയപ്പെട്ട പെങ്ങളെ. അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസാറജുലാ ബിബിരി ഉമ്മിഹി. ഉമ്മാക്ക് ഖിദ്മത്ത് എടുക്കാൻ റസൂലുള്ളാഹി പറയുകയാണ്, ഉമ്മയ്ക്ക് ഗുണം ചെയ്യാൻ പറയുകയാണ്, മാതാവ് പറയുന്നത് കേൾക്കാൻ പറയുകയാ. എന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, അന്ത ഹാജ് വമുഅ്തമിറുൻ വമുജാഹിദുൻ ഫീ സബീലില്ലാഹ്. മാതാവിന് ഗുണം ചെയ്യുന്ന കാലഘട്ടത്തോളം നീ ഹാജിയാണ്, ഹാജിയാണ്. നിന്റെ ഹജ്ജ് സ്വീകരിച്ച പ്രതിഫലമാണ്, ഉംറ ചെയ്തതാകുന്ന പ്രതിഫലമാണ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ പടവെട്ടിയതാകുന്ന സ്വഹാബാക്കൾക്ക് കിട്ടുന്ന പ്രതിഫലമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ്, അവസാന കാലഘട്ടത്തിലേക്ക് എത്തുമ്പോ മുസ്ലിം സമൂഹത്തിലുള്ളതാകുന്ന ആളുകളുടെ അവസ്ഥ പോലും വളരെ പരിതാപകരമാവുകയില്ലയോ? ലാ തഖൂമു സ്സാഅ ഹത്താ അതാ അർജുലു ഇംറാതാ വഖസാ അബാ വാദനാ സദീഖാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഈ ലോകം അവസാനിക്കുകയില്ല സഹാബ, ഈ ലോകം നശിക്കുകയില്ല സഹാബ. ഹത്താ അതാ അർജുലു ഇംറാതാ. സ്വന്തം ഭർത്താവ് ഭാര്യയ്ക്ക് അടിമപ്പെടുന്ന കാലഘട്ടം കാണാതെ ഭാര്യയോട് പർദ്ദ ധരിക്കാൻ പറയുമ്പോ മോശപ്പെട്ട വസ്ത്രം ധരിക്കുന്ന സഹോദരി അവരുടേതാകുന്ന വസ്ത്രവിധാനം ഭർത്താവിന്റെ ഇംഗിതത്തിന് വഴിപ്പെടാത്ത രീതിയിൽ പാശ്ചാത്യ ശൈലിയിൽ നെയിൽ പോളിച്ച് നടക്കുന്ന സഹോദരിമാരെ കാണുമ്പോ ഭർത്താവ് പഞ്ചപുഷ്പം അടക്കുന്നതായ ഒരു കാലഘട്ടം കാണാതെ ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി. വസ്ത്രവിധാനത്തിൽ പാശ്ചാത്യരുടെ കടന്നുകയറ്റം സഹോദരിമാരിൽ കടന്നു വന്നില്ലയോ? മോശപ്പെട്ട ഭക്ഷണങ്ങൾ കടന്നു വന്നില്ലയോ? മോശപ്പെട്ട ശൈലികൾ കടന്നു വന്നില്ലയോ? ഭർത്താവിനെ പിടിച്ചിരുത്തി ഭർത്താവിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് കസിത്വം നടത്തി ഭർത്താവിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് വാചാലയാകുന്ന സഹോദരിമാരെ കടന്നു വന്നില്ലയോ? ഭർത്താവിനെ ഇരുത്തിക്കൊണ്ട് വീട് ഭരിക്കുന്ന സഹോദരിമാരെ കടന്നു വന്നില്ലയോ? ഇങ്ങനെ ഒരവസ്ഥ കാണാതെ ലാ തഖൂമു സ്സാഅ, ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്ന് പുലർന്നില്ലയോ? ലോകത്തിന്റെ നായകൻ പറഞ്ഞത് എന്ന് പുലർന്നില്ലയോ? തീർന്നില്ല. റസൂലുള്ള വീണ്ടും മക്കളെ കുറിച്ച് പറയുകയാണ്, വഖസാ അബാ വഅദ്നാ സദീഖാ. സ്വന്തം മാതാപിതാക്കളെ കരളിന്റെ കഷ്ണങ്ങളാകുന്ന മക്കള് മാതാപിതാക്കളെ അകറ്റുകയാണ്, വീട്ടിലേക്ക് അടുപ്പിക്കുന്നില്ല, കൂട്ടുകാരെ വീട്ടിനുള്ളിലേക്ക് അടുപ്പിക്കുകയാ, കൂട്ടുകാരുമായി അധിക ചങ്ങാത്തം ഉണ്ടാക്കുകയാണ്. എന്റെ ബോയ് ഫ്രണ്ടാണ്, എന്റെ ഗേൾ ഫ്രണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് കടന്നു കൊണ്ടുവന്ന് ആ മക്കളുമായി മോശപ്പെട്ടതാകുന്ന സിനിമകൾ കണ്ട്, ക്രിക്കറ്റ് കളികൾ കണ്ട്, ഫുട്ബോൾ മാമാങ്കം കണ്ട് മാതാപിതാക്കളെ പുറത്തിരുത്തി, അവരെ വീടിന്റെ പുറത്തിരുത്തി, കേട്ടില്ല എങ്കിൽ വൃദ്ധസദനത്തിലേക്ക് തള്ളിയിട്ട് വേണ്ടി വന്നാൽ അടിച്ച്, വേണ്ടി വന്നാൽ തൊഴിച്ച്, വേണ്ടി വന്നാൽ ശകാരിച്ച് അടിച്ചമർത്തപ്പെട്ടവരായ മാതാപിതാക്കളെ അകറ്റുന്ന മക്കളെ കാണാതെ ഈ ലോകം അവസാനിക്കില്ല സഹാബ. ഹബീബായ റസൂലുള്ളാഹി അങ്ങനത്തെ ഒരവസ്ഥയിലേക്ക് ഈ ലോകം എത്തിപ്പെടുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി.
അങ്ങനത്തെ അവസ്ഥാവിശേഷം ഈ ലോകത്ത് സംജാതമാകുന്നതിന് മുമ്പ് മാതാപിതാക്കളുടെ കാൽ കീഴിലാണ് സ്വർഗം, ഉമ്മയുടെ കാൽ കീഴിലാണ് സ്വർഗം. ആ ഉമ്മയെ നിങ്ങൾ ഖിദ്മത്തെടുത്തു കൂടനെ. ഉമ്മാക്ക് ഖിദ്മത്തെടുത്തവന് ഹജ്ജും ഉംറയും നിർവഹിച്ച പ്രതിഫലമാണ് ഹബീബായ റസൂലുള്ളാഹി. ഇസ്ലാമിക ധർമ്മസമരത്തിൽ ഹംസ റളിയല്ലാഹു അൻഹു പടവെട്ടി ഷഹീദായതുപോലെ, ജഅഫർ റളിയല്ലാഹു അൻഹു ഷഹീദായതുപോലെ നിനക്കും ഷഹീദിന്റെ കൂലി ലഭിക്കണോ? നിന്റെ വീടിന്റെ കത്തലങ്ങളിൽ കരിപുരണ്ട വസ്ത്രം ധരിച്ച പാവപ്പെട്ട ഉമ്മ ഇരിപ്പുണ്ടടാ. ആ ഉമ്മയ്ക്ക് ഖിദ്മത്തെടുത്തു കൂടടാ, നിനക്ക് സ്വർഗം കിട്ടുമേ, സ്വർഗം കിട്ടുമേ. ഉമ്മാക്ക് ഖിദ്മത്തെടുത്തു കൂടുന്നവരെ നിനക്ക് സ്വർഗമാണ്, സ്വർഗമാണ്. ഹജ്ജും ഉംറയും മാത്രമല്ല, നിനക്ക് ജിഹാദിന്റെ പ്രതിഫലം ലഭിക്കുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറിയ കാര്യമല്ല ഉമ്മാക്ക് ഖിദ്മത്തെടുക്കുക. 3 വസ്തുക്കളിലേക്ക് നോക്കൽ പുണ്യം സയ്യിദുനാ റസൂലുള്ളാഹി. ഉറക്കയിൽ പറ സയ്യിദുനാ റസൂലുള്ളാഹി. ഇതൊക്കെ ക്ഷീണമായെന്ന് തോന്നുന്നു, അടുത്തല്ല ക്ഷീണാണോ? ക്ഷീണമുള്ളവരെന്ന് കൈയുയർത്തിക്കാൻ നോക്കട്ടെ. 3 വസ്തുക്കളിലേക്ക് നോക്കിയിരിക്കൽ പുണ്യം. ഒന്ന് പരിശുദ്ധമായ കഅബ, കറുത്ത കഅബ, കറുത്ത കില്ല. മറ്റൊന്ന് കറുത്തതാകുന്ന വസ്തു അഥവാ കറുത്ത ലിപികളാണ് എഴുതപ്പെട്ടതാകുന്ന പരിശുദ്ധമായ ഖുർആൻ. ആ ഖുർആനിലേക്ക് കറുത്തന്നില്ല, അങ്ങനെ ഖുർആൻ എഴുതപ്പെട്ടത് ഒന്നുകൂടി വിശദീകരിച്ചു പറഞ്ഞു. ഖുർആൻ എഴുതപ്പെട്ടതിലേക്ക് നോക്കിയിരിക്കൽ പുണ്യം. സുബ്ഹാനല്ലാഹ്, അല്ലാഹു തൗഫീഖ് തരട്ടെ. സാധേ ഓതാറിയില്ല, വല്ലദീ യതകഅഉ ലഹു അജ്റാൻ, വിക്കി ഓതുന്നവന് 2 കൂലിയാണ്. അൽഹംദുലില്ലാഹ്, എത്ര ആളുകൾ അങ്ങനെ ഖുർആൻ പഠിക്കാൻ തയ്യാറാവുക. ഖുർആൻ ഓതാൻ അറിയാത്തവർ സുബ്ഹാനല്ലാഹ്, അമുസ്ലിം സഹോദരങ്ങൾ പോലും ഖുർആനിന് വിവർത്തനം എഴുതിയിട്ടുണ്ട്, തർജ്ജമ ചെയ്തിട്ടുണ്ട്, മലയാളത്തിൽ ഖുർആൻ ചെയ്തിട്ടുണ്ട്, ഖുർആൻ പാട്ടാക്കിയിട്ടുണ്ട് അമുസ്ലിം സഹോദരൻ. കേരളത്തിലുള്ളവരുടെ കാര്യം. അപ്പൊ അത്രയോ ആവർത്തി ഒരു ഖുർആൻ ഒന്ന് വായിക്കണം. നമ്മളിൽ മുസ്ലിമീങ്ങളിൽ പോലും അധികം ആളുകൾ ഖുർആൻ ഒരു വട്ടം പോലും ഓതാത്തവർ ഇന്നും ഉണ്ട്. ചിന്തിക്കണം, ഒരു വട്ടം പോലും ഓതി തീർത്തിട്ടില്ല. ഓതാൻ വേണ്ടി പലപ്പോഴും ഖുർആൻ എടുത്തിട്ടുണ്ട്, അൽബക്ര ഓതി തീർപ്പോഴത്തേക്കും മനസ്സെടുത്ത് റാഹത്തായിട്ട് അവനെ മതിയാക്കി. അങ്ങനത്തെ കൗമാണ് അധികവും. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു ആദരിക്കട്ടെ. ആ ഖുർആൻ കാവ്യം ചെയ്ത ആളുകൾ, പാട്ടുരൂപത്തിൽ എഴുതിയ ആളുകൾ അമുസ്ലിമീങ്ങൾ ഈ കേരളത്തിൽ എഴുതാൻ പറ്റൂല, അത് വേറെ വിഷയം. അങ്ങനെ രചിച്ച ആളുകളുണ്ട്. ഖുർആനിന് അർത്ഥം എഴുതിയ അമുസ്ലിം സഹോദരങ്ങളുണ്ട്, അതിന് തർജ്ജമ ചെയ്തവരുണ്ട്. എത്രയോ ആവർത്തി അവർ വായിച്ചിട്ടുണ്ടാകണം, എത്രയോ ആവർത്തി അവർ വായിച്ചിട്ടുണ്ട്, എത്രയോ ഗ്രന്ഥങ്ങൾ പരതിയിട്ടുണ്ടാവണം. അവർ ചെയ്തതാകുന്ന ഒരു പരിശ്രമത്തിന്റെ ഒരളവ് പോലും മുസ്ലിമീങ്ങളിൽ അധിക സഹോദര സഹോദരിമാരും ഒരു പ്രാവശ്യം പോലും ഖുർആൻ ഓതിയിട്ടില്ലെങ്കിൽ പിന്നെന്ത് മോമിൻ നീ. സുബ്ഹാനല്ലാഹ്, മോമിൻ എന്ന് വെറുതെ പേര് മാത്രം. മുസൽമാൻ വെറുതെ പേര് മാത്രം. റേഷൻ കാർഡിൽ, ആധാർ കാർഡ് എല്ലായിടത്തും എന്റെ പേര് കറക്റ്റ് ആയിരിക്കും. നോട്ടീസിൽ പേരെങ്ങനെങ്കിലും വ്യതിയാനം വന്നു കഴിഞ്ഞാൽ വലിയ വിഷയം. നമുക്ക് എല്ലായിടത്തും നമ്മുടെ പേര് പ്രസിദ്ധീകരിക്കില്ലേ? എന്നാൽ നീ ചിന്തിക്കുന്ന സഹോദര, ഖുർആൻ എന്ന മഹത്തായ ആ പരിശുദ്ധമായ ഖുർആനിലേക്ക് വെറുതെ നോക്കിയിരുന്നാൽ തന്നെ കൂലി. ലോകത്ത് ഒരു വേദഗ്രന്ഥവും ഇതുപോലെ അവകാശപ്പെടാനില്ല. ഖുർആനിലേക്ക് നോക്കിയിരുന്നാൽ കൂലി. അൽഹംദുലില്ലാഹ്. 3-മത്തേത് കറുത്ത ഉമ്മയാണെങ്കിൽ പോലും ആ ഉമ്മയുടെ മുഖത്തേക്ക് വെറുതെ നോക്കിയിരുന്നാൽ കൂലി. സയ്യിദുനാ റസൂലുള്ളാഹി ഉമ്മയുടെ മുഖത്ത് വെറുതെ നോക്കിയിരിക്കും. ഗസാലി ഇമാം അത് കൂടുതൽ വിശദീകരിച്ചു. മാതാപിതാക്കളുടെ മുഖത്ത് നോക്കിയിരിക്കും, വാപ്പയുടെ മുഖത്ത് ഒന്ന് നോക്ക. ഇന്നത്തെ ചെറുപ്പക്കാരെ ഏറ്റവും കൂടുതൽ നോക്കാത്ത വിഭാഗം അതാണ്. വാപ്പാടെ ഉമ്മാടെ മുഖത്ത് ആരും നോക്കാറില്ല. അന്യ പെണ്ണ് അതിലേക്കൂടെ പോയ ശരിക്കും നോക്കും, അടിയും മുടിയും നോക്കും, ശരിക്കും നോക്കും. പാപ്പാടെ ഉമ്മാടെ മുഖത്ത് ശരിക്കും നോക്കാറില്ല അധികം ആളുകൾ, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ. അവരേറ്റവും കൂടുതൽ ഒന്നില്ല മൊബൈൽ ഫോണിൽ അശ്ലീലത നോക്കിക്കൊണ്ടിരിക്കുക. അവിടെ വന്നിട്ട് വാപ്പാട് ഉമ്മയുടെ എന്താ പറയാ, വാപ്പാട് ഒന്നില്ല ഫീസ് ചോദിക്കും, അപ്പോഴാണ് മുഖത്തൊന്ന് നോക്കുന്നത്. ഉമ്മയുടെ മുഖത്തേക്കൊന്ന് നോക്കും. ഫുഡിന് വേണ്ടി കുഴിമന്തി റെഡിയായി, നെഹദിയിൽ നിന്ന് കുഴിമന്തി കൊണ്ടുവന്നു അത് ചോദിക്കാൻ വേണ്ടി മാത്രം ഉമ്മയുടെ മുഖത്തോട്.
അല്ലേ? അല്ലാതെ നോക്കാറില്ല. അതല്ലേ അവസ്ഥ. എന്നാൽ ഇതിന് ഈ സദസ്സിൽ തന്നെ 40, 35 ഒക്കെ ഏജുള്ള സഹോദരങ്ങൾ ഉണ്ടാകും, സഹോദരിമാരുണ്ടാകും. അവരൊക്കെ മദ്രസ വിട്ടാൽ, സ്കൂൾ വിട്ടാൽ വന്ന് ഉമ്മയുടെ തുണിക്കോന്തലിൽ മേലെ എപ്പോഴും ഉമ്മയെ നോക്കും, എപ്പോഴും വാപ്പാടുത്താൻ. പുരുഷന്മാര് വാപ്പാടുത്തു, ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഉമ്മ അടുത്ത് കൂടുതൽ സഹവാസം ഉണ്ടാകും. ഉമ്മയുടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയും. ഇന്ന് സ്കൂൾ വിട്ടാലും മദ്രസ വിട്ടാലും നേരെ വന്ന് റൂമിനുള്ളിൽ കയറി അടച്ചിട്ട റൂമിൽ ഒന്നില്ലെങ്കിൽ മൊബൈൽ ഫോണിൽ, അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ, അല്ലെങ്കിൽ ടിവിയിൽ അശ്ലീലത കണ്ടുകൊണ്ട് ഇരിക്കുന്നതായ സഹോദരിമാർ അവസാനം അശ്ലീലമാക്കപ്പെട്ടതാകുന്ന കമന്റുകളിട്ട് ഫേസ്ബുക്കിലും വാട്സാപ്പിലും എല്ലാ സമയങ്ങളിൽ ചെലവഴിച്ച് പാതിരാത്രി സമയവും ഇറങ്ങി വന്നിട്ട് ഉമ്മയോട് മുഖത്ത് നോക്കിയിട്ട് ആവശ്യപ്പെടുന്നത് ഒന്ന് മാത്രം, എന്തെങ്കിലും കഴിക്കാനുണ്ടോ? അപ്പോൾ മാത്രമാണ് ഒന്ന് മുഖത്തേക്ക് നോക്കുന്നത്. എന്തൊരു പരാജയം, എന്തൊരു പരാജയം! എന്താണ് അവസ്ഥ? ഇതല്ലേ ഇന്നത്തെ അവസ്ഥ? ചിന്തിക്കുക. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഉമ്മാക്ക് ഖിദ്മത്ത് എടുക്കണേ. അന്ത ഹാജുൻ വ മുഅ്തമിറുൻ വ മുജാഹിദുൻ ഫീ സബീലില്ലാഹ്. നീ ഹാജിയാണ്, നീ ഉംറ നിർവഹിച്ചവനാണ്, നിനക്ക് ജിഹാദിന്റെ കൂലി ലഭിച്ചവനാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. തീർന്നില്ല ഉസ്താദേ, പണമില്ല ഉസ്താദേ, ശാരീരികമാകുന്ന ബുദ്ധിമുട്ടുകളാണ് ഉസ്താദേ, ഹജ്ജിന് പോകാൻ പറ്റാത്ത പട്ടിണി പാവമാണ്, നിനക്കുള്ള കൂലികളാണ്. ഒന്നാമതായി പരിശുദ്ധമായ ജുമഅയാണ്, രണ്ടാമതായി പരിശുദ്ധമായ ഫർളാക്കപ്പെട്ട നമസ്കാരമാണ്, മൂന്നാമതായി ആ നമസ്കാരങ്ങൾക്ക് പോകുമ്പോ സുബഹി നമസ്കരിച്ചിട്ട് ഉദയം വരെ ദിക്റിലായി കൂടലാണ്, നാലാമതായി ദുഹാ നമസ്കരിച്ചുകൊണ്ട് നിലകൊള്ളലാണ്. ഹജ്ജും ഉംറയും നിർവഹിച്ച പ്രതിഫലമാണ്. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യലാണ്. ഹജ്ജും ഉംറയും നിർവഹിച്ച പ്രതിഫലമാണ്. തീർന്നില്ല. അല്ലാഹുവിന്റെ റസൂല് വീണ്ടും പറയുകയാണ്, പഠിച്ചു വെക്കണേ മനുഷ്യ, തയ്യോട്ട് ചിറയിൽ ഒരുമിച്ച് കൂടിയ ഉമ്മ, പഠിച്ചു വെക്കണേ, ജീവിതത്തിൽ ഉൾക്കൊള്ളണേ. മശിയുക ഫി ഹാജതി അഖീക ഹജ്ജും ബഅദ ഹജ്ജ് ശഫീഉനാ റസൂലുള്ളാഹി. മുസ്ലിമായ ഒരു മനുഷ്യന്റെ വിഷയത്തിൽ നീ ഖൈറായ വിഷയത്തിൽ അവനെ സഹായിക്കുന്നുണ്ടോ? ഖൈറായ കാര്യത്തിൽ നീ നടക്കുന്നുണ്ടോ? അത് ഹജ്ജിന്റെ പ്രതിഫലം നേടിത്തരുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പുന്നവരില്ലയോ? നിരാലംബർക്ക് അവലംബമാകുന്നവരില്ലയോ? നിരാശ്രയർക്ക് ആശ്രയത്വം കൊടുക്കുന്നവരില്ലയോ? പാവപ്പെട്ട യതീം മക്കളെ പോറ്റുന്നവരില്ലയോ? തെയ്യോട്ട് ചിറയിൽ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഞാൻ റെഡിയാണെന്ന് പറയുന്നവരെ, ആ മക്കളെ പൊന്നുപോലെ വളർത്താൻ ഞാൻ റെഡിയാണെന്ന് പറയുന്നവരെ, പാവങ്ങളുടെ കണ്ണീരപ്പാൻ, നിരാലംബർക്ക് അവലംബമാകാൻ, നിരാശ്രയർക്ക് ആശ്രയത്വം വഹിക്കാൻ നീ പരിശ്രമിക്കുന്ന പരിശ്രമങ്ങളില്ലയോ? അത് ഹജ്ജിന്റെ കൂലി ലഭിക്കുന്നതാണ്. ഹബീബായ റസൂലുള്ളാഹി, ഇതെല്ലാം നിന്റെ ജീവിതത്തിൽ കഴിയുന്ന സംഗതികളാണ്. ഇതെല്ലാം നിന്റെ ജീവിതത്തിൽ അല്ലാഹു നൽകിയതായ കഴിവുകളാണ്. പറ്റുന്ന സംഗതികളാണ്. ഹജ്ജിന്റെ കൂലി ലഭിക്കുന്നത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. എത്ര അമല ഇപ്പോൾ പറഞ്ഞത്, എത്ര അമല പറഞ്ഞത്. ഇതൊക്കെ പറഞ്ഞത് ആർക്കാ? ഫുലൂസ് ഇല്ല, ഇല്ലെങ്കിൽ ഫുലൂസ് ഉണ്ട്, ശാരീരികമായ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള കൗമ എത്ര ആളുകളുണ്ടാവും. അത് പോണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, കാശുണ്ട്, പക്ഷെ ബൗത്താല ഏകിയിട്ടില്ല. ശാരീരിക ബുദ്ധിമുട്ട്, മാരകമായ ക്യാൻസർ ബുദ്ധിമുട്ട്, അങ്ങനെ അള്ളാഹു ശമനം നൽകട്ടെ. അത്തരത്തിലുള്ള ആളുകൾക്ക് അള്ളാഹു ശമനം നൽകട്ടെ. അനധി വിദൂര ഭാവിയിലെ പുണ്യഭൂമിയിലെത്താൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ നീ ശ്രദ്ധിക്കണം. രണ്ടവസ്ഥ എത്തുന്നതിന് മുമ്പ് തൗബ ചെയ്യണേ. സയ്യിദുനാ റസൂലുള്ളാഹി ഒന്ന് തൊണ്ടക്കുഴി റൂഹെത്തുന്ന സമയമാണ്. അന്ന് തൗബ സ്വീകരിക്കില്ല.
അതാ ഖുർആൻ പറഞ്ഞത്. മറ്റൊന്ന് സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കും. അങ്ങനത്തെ ഒരു സന്ദർഭം കിഴക്കുദിക്കുന്ന സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കും. ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് മാ ആയതു തുലൂഇ ശംസി യാ ഹബീബല്ലാഹ്, സൂര്യന് പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നതിന്റെ അടയാളം എന്താണ് റസൂലേ? എപ്പോഴാണ് ഉദിക്കുക? അടയാളം എന്താണ്? അടയാളം എന്താണ്? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ് സൂര്യന് പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നതിന്റെ തലേ ദിവസത്തെ രാത്രി 2 രാത്രിയുടെ ദൈർഘ്യതയാണ് ഉണ്ടാവുക. അഥവാ സൂറന്ന കാഹളത്തിന്റെ ഊത്തുവരുന്നതിന് മുമ്പുള്ള തലേ ദിവസത്തെ രാത്രി 2 രാത്രിയുടെ ദൈർഘ്യതയാണ്. എന്താ നേരം വെളുക്കാത്തത് എന്നിങ്ങനെ ചിന്തിച്ച് ജനങ്ങൾ നിലകൊള്ളും. അപ്പോൾ സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കും. അപ്പോഴേതാ സൂറന്ന കാഹളത്തിൽ ഊത്തുവരും. അതൊരു വെള്ളിയാഴ്ച ദിവസമായിരിക്കും. സയ്യിദുനാ റസൂലുള്ളാഹി എന്തായിരിക്കും ഭീകരത? ഞാനിപ്പോ അതിലേക്കൊന്നും പോകുന്നില്ല. ലോകാവസാനം അതിന്റെ ഭീകരത അതൊക്കെ പറഞ്ഞത് യൂട്യൂബിലുണ്ട്, നിങ്ങൾ കേൾക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. സൂറത്തുൽ ഹജ്ജിന്റെ പ്രഥമ ആയത്തിലൂടെയും വിവിധ ആയത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയിഴകൾ നരച്ചു എന്ന 20 ചുവട്ടിൽ 19 എന്ന ഒരു റിവായത്ത് 17 ഈ മുടിയിഴകൾ നരച്ചപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ശിബത്തെ യാ റസൂലല്ലാഹ്, നബിയെ മുടിയൊക്കെ നരച്ച മുടി നരക്കി. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അബൂബക്കറേ ശയ്യബതനി ഹൂദ് എന്ന സൂറത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോടൊരു വാക്യം പറഞ്ഞിട്ടുണ്ട്, കൽപ്പനയുടെ വചനം പറഞ്ഞിട്ടുണ്ട്. ഫസ്തഖിം കമാ ഉമിർത, ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചിന്തിക്കുക പോലും ചെയ്യാത്ത അല്ലാഹുവിന്റെ റസൂലിനോട് ഖുർആനിലൂടെ അല്ലാഹു കൽപ്പിക്കുകയാ, ഫസ്തഖിം കമാ ഉമിർത, കൽപ്പിച്ചതുപോലെ നിലകൊള്ളണേ റസൂലേ, കൽപ്പിച്ചതുപോലെ അനുസരിക്കണേ റസൂലേ, കൽപ്പിച്ചതുപോലെ നിലകൊള്ളണേ. കൽപ്പിച്ചതുപോലെ നിലകൊള്ളണേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു. ഏത് സൂറത്തിലൂടെ? സൂറത്തുൽ ഹൂദിലൂടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആ കൽപ്പനയുടെ വചനം എന്നോട് പറഞ്ഞപ്പോ അതിന്റെ അർത്ഥതലങ്ങൾ ചിന്തിച്ചുകൊണ്ട് എന്റെ മുടിയിഴകൾ നരച്ചുപോയി എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. മാത്രമല്ല അതിനോട് ചേർന്ന് ഒരുപാട് സൂക്തങ്ങൾ, ലോകാവസാനത്തിന്റെ ഭീകരതയെ കുറിച്ച് പറയുന്ന ഒരുപാട് സൂക്തങ്ങൾ അല്ലാഹു അവതരിപ്പിക്കുകയാണ്. ആ ആയത്തുകളുടെ അർത്ഥതലങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഞാൻ വല്ലാതെ ചിന്തയിലാണ്ട് പോയി. അബൂബക്കറെ എന്റെ കൂട്ടുകാരാ, സ്നേഹിതാ, എന്റെ മുടിയിഴകൾ നരക്കാനുള്ള കാരണം അതാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. നമുക്ക് ഈ ഒരു ചിന്തയുണ്ടോ? നമ്മുടെ മുടിയിൽ നിരച്ചത് ആരെ ചിന്തിച്ചാണ് സഹോദരാ? അന്യ പെണ്ണമായിട്ടുള്ള പ്രേമം അവളെ എനിക്ക് കിട്ടുമോ എന്ന ചിന്തയിൽ മുടിയിഴകൾ താടിയിഴകൾ നരച്ചു പോയവരെ, അല്ലാഹുവിനെ ചിന്തിക്കാതെ പടച്ചറപ്പിനെ ഭയപ്പെടാതെ ഈ ദുനിയാവിൽ നിലകൊള്ളുന്ന സഹോദരാ സഹോദരി, സ്വന്തം ഭർത്താവ് അറബിയുടെ ചാട്ടവാറടി കൊണ്ട് മരുഭൂമിയിൽ പെരുവയലത്ത് കഷ്ടപ്പെടുമ്പോഴും ആ ഭർത്താവിനെ മറന്നുകൊണ്ട് അന്യപുരുഷന്മാരുമായി ചാറ്റിംഗ് നടത്തുന്നതായ സഹോദരിമാരില്ലയോ? സ്വന്തം ഭാര്യ നിനക്ക് വേണ്ടി വീട്ടിൽ കഴിയുമ്പോൾ ആ ഭാര്യ മറന്നുകൊണ്ട് പ്രവാസ ലോകത്ത് വ്യഭിചാരശാലകളിലേക്ക് എടുത്തു ചാടുന്ന ചെറുപ്പക്കാരില്ലയോ? നാട്ടിൽ തന്നെ വ്യഭിചാരശാലകളിലേക്ക് പോകുന്നതായ ചെറുപ്പക്കാരില്ലയോ? മോശപ്പെട്ട ഫിലിമുകൾ കണ്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളെ തള്ളി നീക്കുന്നവരെ, കള്ളു കുടിക്കുന്നവരെ, ലഹരി നുണയുന്നവരെ, ഹശീശം പാൻപരാഗമായി ജീവിതം തുലച്ചു കളഞ്ഞതായ ചെറുപ്പക്കാരാ, മരണമെന്ന സത്യത്തെ കുറിച്ച് നീ എന്തേ ചിന്തിക്കാത്തത്?
ദായിഖത്തുൽ മൗത് വഇന്നമാ തുവഫൂന ഉജൂറകും യൗമൽ ഖിയാമ. ഈ ദുനിയാവിൽ എത്ര വലിയ പണക്കാരനായിരുന്നാലും, എത്ര പാവപ്പെട്ടവനായിരുന്നാലും, എത്ര പൊക്കമുള്ളവനായിരുന്നാലും, എത്ര കുറുകിയവനായിരുന്നാലും, എത്ര വലിയ തടിയുള്ളവനായിരുന്നാലും, എത്ര മെലിഞ്ഞവനായിരുന്നാലും, എത്ര കറുത്തവനായിരുന്നാലും, എത്ര വെളുത്തവനായിരുന്നാലും, അവർണനായിരുന്നാലും സവർണനായിരുന്നാലും, എത്ര വലിയ കൊലകമ്പനായിരുന്നാലും, ഏകാധിപത്യത്തിന്റെ സ്വേച്ഛാധിപത്യത്തിന്റെ ഭരണത്തിൽ അടിച്ചുമർത്തപ്പെട്ടതായ ജനവിഭാഗത്തെ ഭരിച്ചുകൊണ്ട് നിലകൊള്ളുന്നവനായിരുന്നാലും മരണത്തെ പുൽകാതെ ഒരു വ്യക്തിയും പോകുകയില്ല. എത്രയെത്ര സിനിമാ നടന്മാര് പോയടാ, എത്രയെത്ര സിനിമാ നടിമാര് മരണത്തിന് കീഴടങ്ങിയടാ. ഒരു കാലഘട്ടത്തിൽ ശരീരഭാഷ ചാർലി ചാപ്ലിൻ ഇന്നവിടെ പോയി, മാൾ അരവിന്ദൻ ഇന്നവിടെ പോയി, അവരൊക്കെ മരണത്തിന് കീഴടങ്ങിയില്ലയോ? എത്രയോ സിനിമാ നടന്മാർ, എത്രയോ സിനിമാ നടിമാർ മരണത്തെ പുൽകിയില്ലയോ, മരിച്ചില്ലയോ? നീ കണ്ട എത്ര ഏകാധിപതികൾ, ഫിറഔൻ എവിടെ പോയടാ, നമ്രൂദ് എവിടെ പോയടാ, ഹിറ്റ്ലർ എവിടെ പോയടാ? എല്ലാവരും മരണത്തെ പുൽകുകയാ. എത്ര വലിയ രാജാതിരാജനായിരുന്നാലും, അധികാരത്തിന്റെ പർദീസയിൽ വിരാജിച്ചവരായിരുന്നാലും മരണത്തെ പുൽകാതെ ഒരൊറ്റ വ്യക്തിയും പോകുകയില്ല. توفون أجوركم يوم القيامة. നാളെ നിനക്ക് അല്ലാഹു കൂലി പൂർത്തീകരിച്ച് നൽകുന്നത് ഈ ദുനിയാവിൽ നമസ്കരിച്ചവനാണോ, ഈ ദുനിയാവിൽ നോമ്പ് പിടിച്ചവനാണോ, ഈ ദുനിയാവിൽ സക്കാത്ത് കൊടുത്തവനാണോ, ഈ ദുനിയാവിൽ പട്ടിണി പാവങ്ങളുടെ കണ്ണീരൊപ്പിയവനാണോ, ഈ ദുനിയാവിൽ പാവപ്പെട്ടവന്റെ വിഷമകഥകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അവന്റെ കണ്ണീരൊപ്പാൻ തയ്യാറെടുത്തവനാണോ, തെയ്യോട്ട് ചെറിയ മുത്തല്ലിമീങ്ങളെ നെഞ്ചോട് ചേർത്തുകൊണ്ട് അവർക്ക് ഭക്ഷണം നൽകിയ ഉമ്മമാരാണോ, അതിലുള്ളതാകുന്ന അലിക്കത്തുകൾ കൊടുത്ത്, കാതിൽ കഴുത്തിൽ കിടക്കുന്ന ആഭരണങ്ങൾ കൊടുത്ത്, കയ്യിൽ കിടക്കുന്നതായ ആഭരണങ്ങൾ ഊരിക്കൊടുത്ത്, കാലിൽ കിടക്കുന്ന പാദസരം ദീനിനു വേണ്ടി കൊടുത്ത് ആഖിറത്തെ തയ്യാറെടുത്തവരാണോ, ആഖിറത്തെ വിലക്കെടുത്തതായ ഉമ്മമാരാണോ? എല്ലാ കൂലിയും അല്ലാഹു നാളെ ഇതാ പൂർത്തീകരിക്കുന്നതാണ്. എത്ര വലിയ നന്മ ചെയ്തവനായിരുന്നാലും അല്ലാഹു നാളെ പൂർത്തീകരിച്ചു തരുമേ. ഈ ദുനിയാവിൽ എത്ര തെറ്റ് ചെയ്തവനായിരുന്നാലും അല്ലാഹു നാളെ ഇതാ പൂർത്തീകരിക്കുന്നതാണ്. എനിക്ക് വിഷമമില്ലല്ലോ, എനിക്ക് പ്രയാസമില്ലല്ലോ, ഞാൻ എത്രയോ നാളായി കള്ളു കുടിക്കുന്നു, എത്രയോ നാളായി പലിശയുമായി ബന്ധപ്പെട്ട ജീവിതം നയിക്കുന്നു, എത്രയോ ആളുകളായി പാവപ്പെട്ടവരെ പറ്റിച്ചുകൊണ്ട് കഴിയുന്നു, എത്രയോ നാളുകളായി അറബി യതീംഖാനയിലാക്കിയിട്ട് അവന്റെ പൈസ വസൂലാക്കിയിട്ട് ഈ ദുനിയാവിൽ അടിച്ചു പൊളിച്ച് ഞാൻ നടക്കുന്നു. അമ്പര ചുംബികളായ മണിമേടകൾ ഞാൻ വെച്ചിട്ടുണ്ട്, മാളിക സൗധങ്ങളുണ്ട്, പെരിന്തൽമണ്ണയിൽ എനിക്ക് സ്വന്തമായി 10 ഏക്കറോളം ഭൂമിയുണ്ട്, എനിക്ക് മാളുകളുണ്ട്, എനിക്ക് കടമുറികളുണ്ട്. അവകാശപ്പെടരുതേ, പെടരുതേ. മരണത്തിന്റെ മുന്നിൽ പിടിയമർത്തുന്നതാണ്, ഒരിക്കൽ അസറായിലിന്റെ മുന്നിൽ നിയമരുന്നതാണ്. ഒരാളും നിനക്ക് തുണ വരുകയില്ല. വലാ യസ്അലു ഹമീമുൻ ഹമീമാ. ഒരു കൂട്ടുകാരനും ഈ ദുനിയാവിൽ നിന്നെ കള്ളു കുടിക്കാൻ പഠിപ്പിച്ച, നിന്നെ വിചാരശാലയിലേക്ക് കൊണ്ടുപോയ, സിഗരറ്റ് വലിക്കാൻ പഠിപ്പിച്ച, നിന്റെ കയ്യിൽ പണമില്ലെന്ന് പറഞ്ഞപ്പോ ഞാൻ കൊണ്ടുപോകമാടാ തിയേറ്ററിലേക്കെന്ന് പറഞ്ഞ് നിന്നെ തിയേറ്ററിലേക്ക് കൊണ്ടുപോയ, ബാൽക്കണിയിൽ ഇരിക്കാൻ പഠിപ്പിച്ച, തിയേറ്ററിൽ കൊണ്ടുപോയി നിന്റെ സിനിമകൾ കാണിച്ച, നിനക്ക് നെറ്റ് റീചാർജ് ചെയ്തെന്ന നിന്റെ കാമുകരില്ലയോ? പാതിരാത്രി സമയത്ത് വാപ്പേറിയാതെ വീടിന്റെ പിന്നാമ്പുറത്തെ കഥകൾ എനിക്ക് വേണ്ടി തുറന്നിടൂ എന്ന് പറഞ്ഞ നിന്റെ പ്രിയപ്പെട്ട കാമുകനില്ലയോ? ഭർത്താവ് അറിയാതെ ശരീരം അവന് വേണ്ടി സമർപ്പിച്ച പെങ്ങളെ, എല്ലാവരും നാളെ മഹ്ശറയിലേക്ക് വന്ന് നിൽക്കുന്നതാണ്. വലാ യസ്അലു ഹമീമുൻ ഹമീമാ. ഒരു കൂട്ടുകാരനും നിനക്ക് നാളെ തുണ വരുകയില്ല. മരണത്തോടുകൂടി എല്ലാം അസ്തമിക്കുകയാണ്. ഒരാളുമില്ല. നീ ചെയ്ത അമലല്ല. അല്ലാഹു തൗഫീഖ് തരട്ടെ.
അല്ലാഹു തൗഫീഖ് തരട്ടെ. അതിനുവേണ്ടിയുള്ള സമയവും സന്ദർഭവുമാണ്, പരിശീലന കരടിയാണ് ഈ ദുനിയാവ്. ഇവിടെ വെച്ച് ശരിക്കും അമലെടുത്തോ. കുറഞ്ഞ ആയുസേ ഉള്ളൂ. സുബ്ഹാനല്ലാഹ്. ഏത് വ്യക്തിക്കും അല്ലാഹുവിൻ സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ നൽകിയിരിക്കുന്ന ആയുസ് മുസ്ലിമിയുടെ സമുദായത്തിൽ 60-ന്റെയും 70-ന്റെയും ഇടയിൽ. അത് മനസ്സിലായി പ്രവർത്തിച്ചു. അത് കഴിയുമ്പോൾ യന്ത്രം തകരാറിലാകുകയാണ്. ഈ ലോകത്തുനിന്ന് വിട പറയാനുള്ള സമയം എടുത്തിരിക്കുകയാണ്. നിനക്ക് ഓരോരോ ബുദ്ധിമുട്ടുകൾ അതാണ്. നിനക്ക് അതിലേക്കുള്ള വിളിയാളമാണ് ഷുഗർ, അതിലേക്കുള്ള വിളിയാളമാണ് പ്രഷർ, അതിലേക്കുള്ള വിളിയാളമാണ് നിന്റെ കൈകാലുകൾ കുഴച്ചിൽ, അതിലേക്കുള്ള വിളിയാളമാണ് ക്യാൻസർ, അതിലേക്കുള്ള വിളിയാളമാണ് മാരകമായ രോഗങ്ങൾ, നിന്റെ മുട്ടുവേദന, കൈവേദന, കാലുവേദന, നിന്റെ കെണുപ്പുകൾ, അസ്ഥിപഞ്ജരങ്ങൾ, ശക്തികൾ കുറഞ്ഞു വരുന്നു. മരണത്തോട് നീ അടുത്തുകൊണ്ടിരിക്കുന്നു. നിന്റെ ശരീരം വളയുന്നു, നീ കുനിഞ്ഞു നിൽക്കുന്നു. നിന്റെ താടിരോമങ്ങളും ശരീരത്തിലുള്ള രോമകൂപങ്ങളും നരച്ചു വരുന്നു. മരണത്തിന്റെ അടയാളമാണ്. നീ തീരാൻ പോവാൻ. അതുകൊണ്ട് ഇനി നന്നായിക്കോ. അല്ലാഹു തൗഫീഖ് തരട്ടെ.